ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് ഗ്രീസിങ്, അതേപോലെ ബ്രേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് കിടക്കുന്നത്. പുതിയ ലൈനറാണ്, നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താണ്. അതേപോലെ തന്നെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം, കാരണം ചെറിയൊരു ടൈറ്റ് പോലെയൊക്കെ വരും. അപ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമായിട്ട് എയർ ഫിൽറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോമീറ്ററാണ് ഓടിക്കാൻ പാടുന്നത്. അപ്പോൾ ശരിക്കും പറയുന്നത് മാറ്റേണ്ട കിലോമീറ്ററാണ്. ഇപ്പം നിലവിലിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 30,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. 30,000 കിലോമീറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ 10,000 കൂടുമ്പോഴാണ് നമുക്ക് എയർ ഫിൽറ്റർ പ്ലഗ് മാറേണ്ടത്. നമുക്ക് ലാസ്റ്റ് മാറ്റിയത് 18,000 കിലോമീറ്ററാണ്. ഇപ്പോൾ നമുക്ക് 12,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റിയിടുന്നതാണ് സേഫ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കണുണ്ട്. അത് ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്നത് കൊണ്ടാണ് അത് നമുക്ക് അഴിച്ചു വെക്കുകയാണ് കേട്ടോ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ക്ലച്ചിനകത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും, ബെൽറ്റ് വലിയ പഴക്കമില്ല, പുതിയ ബെൽറ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബെൽറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എയറൊക്കെ അടിച്ചാൽ പൊടിയൊക്കെ നമുക്ക് കയറ്റിയിട്ടാവും. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ഹോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അത് ചിലപ്പം ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്, കാരണം ഞാൻ ക്ലച്ച് ഔട്ടറിലൊക്കെ അതിൽ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് തന്നെ അഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഉള്ളിൽ തന്നെ ക്ലച്ച് വെയിറ്റ് വന്ന് ടച്ച് ആയിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകൾ ചെറിയതായിട്ട് ഓവലായി പോയിട്ടുണ്ട്. അതായത് ഫ്ലെക്സിബിളായി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. അതിന് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പിന്നുകളും ഒന്ന് റീസെറ്റ് ചെയ്ത് പുതിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഹോൾ ഓവലാവാനായിട്ടൊരു കാരണമാവും, പ്ലേ വന്നതിൻ്റെ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്തു പോവാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂടി നടത്തുന്നുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയേക്കണമായിട്ടാണ് നമുക്ക് ഫീൽ. അതിൻ്റെ ആരംഭമാണ്, മേജറായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ സൗണ്ടിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ നിലവിൽ വണ്ടിക്ക്. പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ ലീക്കൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ പുതിയ കേബിളാണ് കിടക്കുന്നത്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അതും ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.86 റേഞ്ചിൽ വോൾട്ടൊക്കെ കിട്ടും. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത് കാണിക്കുന്നത് ഇവിടെ ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും സെൽഫൊക്കെ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു പീരീഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. വോൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വോൾട്ട് 1.87 റേഞ്ചിലൊക്കെ വോൾട്ട് ഉണ്ട്. ആംബിയർ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ച് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റും. കേബിളുകൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്യാം, ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റീസെറ്റ് ആകില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം. അപ്പോൾ അത് കൂടുതലേക്ക് നമുക്ക് മാറ്റി വിടാം. ശരിക്കും 30,000 കിലോമീറ്ററിൻ്റെ സർവീസ് അത് മാത്രമല്ല, എൻജിൻ ഹെഡ് ഡീകാർബണൈസിംഗ് എന്ന് പറഞ്ഞൊരു ഒരു വർക്ക് കൂടി ചെയ്യാനുണ്ട്. എൻജിൻ്റെ ഹെഡിനകത്ത് കാർബൺ അടിഞ്ഞ് കൂടെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്തു പോകേണ്ട കേസാണ്. പക്ഷേ തൽക്കാലം നമ്മളിപ്പോൾ അത് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് അതിൻ്റെ ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ്ങിൻ്റെ ഒരു സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും അത് പോകെ അത് കൂടുതലാവാനാണ് സാധ്യത. അപ്പോൾ എന്തെങ്കിലും അഴിക്കണ കൂട്ടത്തിൽ കൂടെ അതും കൂടി ക്ലിയർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്താൽ മതി. സൈഡ് ബെയറിങ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. സൈഡ് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ. അതായത് കൃത്യമായിട്ട് അഴിച്ചാലൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാൽ ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സൗണ്ട് ഉണ്ട്, നമുക്കൊരു മുഴക്ക സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയത്തെ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി കഴിയുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.